ഡിയർ കീം ആസ്പിരൻസ്, നിങ്ങളൊക്കെ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ പോയിട്ട് നിങ്ങളുടെ ഡോക്യുമെന്റ്സും പ്രൊഫൈൽ ഡീറ്റെയിൽസും എല്ലാം കറക്റ്റ് ആണ് എന്ന് പരിശോധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രൊഫൈലിനകത്ത് മെമോ ഡീറ്റെയിൽസ് എന്തെങ്കിലും എൻട്രൻസ് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ് ന്യൂനത എന്ന് നോക്കി പരിഹരിക്കാനുള്ള സമയമാണ്. സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഉണ്ടോ, അതിനകത്ത് ഡേറ്റ്, അതുപോലെ ഓഫീസ് സീലുകളെല്ലാം കൃത്യമായിട്ടുണ്ടോ, വില്ലേജ് ഓഫീസർ തരേണ്ട സർട്ടിഫിക്കറ്റ്സ് വില്ലേജ് ഓഫീസർ തന്നെയാണോ, അതോ തഹസിൽദാരുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അറിയാതെ മാറി അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിഹരിക്കുക. ന്യൂനതകൾ പരിഹരിക്കാനുള്ള സമയം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 മണി മെയ് 12 വരെ മാത്രമാണ്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളും ഇതുപോലെ എൻട്രൻസ് കമ്മീഷൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, വിജ്ഞാപനങ്ങളോ നോട്ടിഫിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ച് വളരെ അലേർട്ടായിട്ടിരിക്കുക. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മിസ്സാക്കി കളഞ്ഞാൽ, അല്ലെങ്കിൽ സംവരണ സർട്ടിഫിക്കറ്റ് പോലെയുള്ള കാര്യങ്ങൾ മിസ്സാക്കി കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിഷനെ അത് സാരമായിട്ട് ബാധിക്കും. നേറ്റിവിറ്റി ഇല്ല എങ്കിൽ കേരളീയൻ അല്ലെന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗവൺമെന്റ് സീറ്റുകളും സംവരണ സീറ്റുകളും ഒക്കെ നഷ്ടപ്പെടാം. അപ്പോൾ ചെറിയ പിഴവുകൾ വലിയ നഷ്ടങ്ങളിലേക്ക് നയിച്ചേക്കാം. അതൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. വളരെ ശ്രദ്ധയോടെ അഡ്മിഷൻ പ്രൊസീജിയറായിട്ട് മുന്നോട്ട് പോവുക. നന്ദി.